നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മൾ രണ്ടാം കൂടി ഒരു സ്ഥലം വരെ പോവാണ്. പോയിട്ട് അവിടെ ആയാലും പറഞ്ഞുതരാം എങ്ങോട്ടാ പോണെന്നൊക്കെ. നമുക്ക് രണ്ടാമത് പോയില്ലെങ്കിൽ ഇന്നത്തെ ഫുൾ കൊളാവുകൊണ്ട് പോണം. ശ്രുതിനെ താങ്ങി നടക്കാൻ വടിയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ കാലുകൊണ്ട് പോയിട്ട് അവ പോവാം. അപ്പൊ ഗൈസ്, എനിക്ക് നടക്കാൻ പാടില്ലാത്തോണ്ട് വയ്യാത്തോണ്ട് ഓട്ടോ വിളിക്കണം. നടന്നു പോകാനുള്ള നമ്മുടെ കുരിയാത്തിന്റെ ശിവന്റെ അമ്പലത്തിൽ നിന്ന് ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഫുഡൊക്കെ ഉണ്ട്. അവിടെ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പോയി കഴിക്കാം. എല്ലാവരും കവറുണ്ട്. ആദ്യമായിട്ട് പോണ്ട്. നമുക്കൊന്ന് ബസ് കഴിച്ചാൽ മതി. ശ്രുതി പാസ് വാങ്ങാനുള്ള പ്ലാൻ. ഇവിടെ കൊള്ളാം കഴിച്ച് അടിപൊളി താമരക്കുളമുണ്ട്. ഇവിടെ താമരയാണ് ആമ്പലാണ് താമര തോന്നുന്നു. താമരയില്ലേ ഗൈസ്. എന്നെ മരത്തിനോട് താങ്ങി നിർത്തിട്ട് നിശ്ചയത് അവിടെ പോയി ക്യൂ നിൽക്കുന്നുണ്ട്. ആയില്ല നിന്ന് കൊടുക്കാനായിട്ട്. അപ്പൊ ഗൈസ്, ശ്രുതിക്കുള്ള ഫുഡും എനിക്കുള്ള ഫുഡും വാങ്ങി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഫൈനലി ഗൈസ്, ആദ്യം ഫുഡ് കഴിച്ച് തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ആദ്യം സദ്യ? അപ്പം ഗൈസ്, ഞാനും കഴിച്ചു തുടങ്ങട്ടെ. എൻ്റെ എല്ലാം അവിടെ ഇരിക്കണം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ അല്ലേ? നമ്മുടെ പിള്ളേരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. സെറ്റാണ്. അപ്പൊ ഗൈസ്, ശ്രുതിയും കഴിച്ചു തുടങ്ങി. നിഷ കഴിച്ചു തുടങ്ങി. നിഷ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടാ? നല്ല സദ്യ അല്ലേ? ഇവിടെ ഇരിക്കാൻ സൗകര്യമുണ്ട്. അത്യാവശ്യം അല്ലേ? ഇഷ്ടംപോലെ സൗകര്യമുണ്ട് ഗൈസ്. എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഗൈസ്, നിശ്ചിത് സഞ്ചിര് ആവശ്യമുണ്ട്. രാത്രിക്കുള്ള ഫുഡ് വാങ്ങിയിട്ടുണ്ട്. നാളെ അമ്പലത്തിൽ ഫുഡില്ലേ? ശിവമഹാദേവ വീരനാട്യം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി ഉണ്ടായിരിക്കുന്നതാണ് മഹാശിവരാത്രി മഹോത്സവത്തിന്റെ. ശ്രുതിയുടെ ബലൂണിക്കളി മാറ്റിലിപ്പോഴും വിഷുവിന്റെ വിചാരം ഇപ്പോഴും ബലൂണിന് 5 രൂപ എന്നാണ്. കടയിൽ പോയിട്ട് 5 രൂപ കൊടുക്കാം. 20 രൂപ ആയിട്ടുള്ളൂ. 20 വർഷം മുമ്പാണ് 5 രൂപ. ഇപ്പഴല്ല. ശ്രുതിക്ക് കിളിയാണ്. പക്ഷെ ചെലവ് വന്നത് ആർജിക്ക് വേണ്ടിട്ടാണ്. ഓട്ടോ നടന്നു പോകാൻ പറ്റൂല. ദൂരം കൂടുതലാണ്. പക്ഷെ നടന്നു പോകാനുള്ള ദൂരം ഉണ്ടാവുള്ളൂ. പക്ഷെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ ശരിക്കും. പക്ഷെ ഓട്ടോ വരുമ്പോ അവര് ഓട്ടോ പോകുന്ന രീതിയിലല്ലേ പോകും. ഓട്ടോ പോകുന്ന റൂട്ടിൽ കൂടെ പോകും. നടന്നു പോകാൻ ഉള്ളിൽ കൂടെ പോകായിരുന്നു അല്ലേ?